ഇതാരാപ്പാ വിളിച്ചിരിക്കുന്നേ? ഒരു മിസ് കോൾ കാണുന്നല്ലോ. ചേച്ചി. അച്ചോ, എന്താടി? ചേച്ചി, നമ്മൾ നാളെ എന്തായാലും ടൂർ പോവല്ലേ? കൺഫേം അല്ലേ? പിന്നെ അത് നമ്മൾ ഉറപ്പിച്ച കാര്യല്ലേ? വണ്ടി വരെ ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ എന്താ നീക്കിത്ര സംശയം? വയനാടും പിന്നെ വിപ്രകായലുമല്ലേ നമ്മൾ പോകുന്നത്? വേറെ എവിടെയെങ്കിലും പോകുന്നത് ചേച്ചി? വേറെ എവിടെയും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടാ. ഇനിയിപ്പോൾ അതിനടുത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും സന്ദർശിക്കാം. ഓക്കെ ചേച്ചി. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നേ ചേച്ചി. ഇനി പോയിട്ട് വേണം എനിക്കും മോൾക്കും ഉള്ള ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നാളെ രാവിലെ 6 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുന്നത് വണ്ടി. അപ്പം മറക്കല്ല, നേരത്തെ തന്നെ എണിക്കണം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ബസ്സിൽ ഉറങ്ങാലോ. ശരി ചേച്ചി. പിന്നെ ഒരു കാര്യം മോളെ, നാളെ രാവിലെ ഇവിടേക്ക് എത്തിക്കോട്ടോ. ഇവിടുന്ന് എല്ലാവരും ഒന്നിച്ച് പോവാം. ഇനിയിപ്പോൾ വണ്ടി അവിടെ വന്നിട്ട് പിക്ക് ചെയ്യാനാക്കുന്നത് എന്തിനാ? ശരി ചേച്ചി. തമ്പുരു മോളെ, മോളെ അമ്മ സോഫയിൽ ഇരുത്തുന്നു കേട്ടോ. മോളെ സോഫയിലൊന്ന് ഇരുന്നേ, അമ്മയൊക്കെ കാണിച്ചേ, മോളെ ഇരിക്കുന്നത് കാണിച്ചേ. അച്ചോടാ, അമ്മയുടെ മക്കൾക്ക് സോഫയിൽ ഇരിക്കണോ? അമ്മ ഇപ്പൊ ഇരുത്തിക്കാവേ. അങ്ങനെ തന്നെ എന്റെ മോളെ നന്നായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ 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 മോളെ കുറച്ചധികം നേരം ഇരിക്കേ. അങ്ങനെ തന്നെ ഇപ്പൊ എന്റെ തമ്പുരു മോളെ ഇരിക്കാൻ പഠിച്ചേ. അയ്യോ, എന്റെ മക്കളെ വീണല്ലോ താഴോട്ട്. കുറച്ച് സമയമാണ് എന്റെ മോള് സോഫയിലിരിക്കുന്നത്. ഒന്നുകൂടി എന്റെ മോളെ ഇരുന്ന് കാണിച്ചേ. ഞാനേ അച്ഛനെ വിളിക്കുന്നേ. മോളെ അച്ഛനെ വിളിക്കട്ടെ. അച്ഛനെ വിളിക്കട്ടെ മോളെ. മോളൊന്നുകൂടി ഇരുന്ന് കാണിച്ചേ. അങ്ങനെ തന്നെ. അതെ, ചേട്ടാ, എന്ത് പറ്റി മോളെ? എന്റെ മോളെ എന്താ സംസാരിക്കുന്നേ? എന്തുവാ മോളെ ഇത്? ഇത് ഏത് ഭാഷയാ? അമ്മക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ കുഞ്ഞേ. അയ്യോ ചേട്ടാ, നിങ്ങൾ വന്നതും അപ്പൊ അവള് താഴോട്ട് വീണു. ഇത്ര സമയം ഇരുന്നിട്ടുണ്ടായിരുന്നതായി കൊച്ചേ. അയ്യോ, സോഫയിൽ ഇരിക്കാൻ പഠിച്ചോ എന്റെ മോള്? അതെ, സോഫയിൽ ഇരുന്നിട്ട് ഇത്ര സമയം എന്തൊക്കെ വർത്താനായിരുന്നു എന്നറിയോ? ഇപ്പൊ നോക്കേ, ഞാനിവിടെ ഇപ്പം ഇരുത്തി കാണിക്കാട്ടോ. അയ്യോ, വലിയ ആളെ പോലെ ഇരുന്നിട്ട് വർത്താനൊക്കെ പറയുവാണോ എന്റെ മോള്? എന്റെ മോള് സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? ഇവളെന്തോ നമ്മളെ കാര്യമായിട്ട് പറയുന്നതാ തോന്നുന്നത്. ഇവളെ ബുദ്ധിമുട്ടിക്കല്ലേ നമ്മൾ ഇരുത്തിട്ട്. അയ്യോ, അങ്ങനെയാണോ? അച്ചോടാ എന്റെ ചക്കരെ, അമ്മ എന്റെ മോളെ ബുദ്ധിമുട്ടാക്കിയാ. സോറി ചക്കരെ. ഇവളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കല്ല അമ്മ, എന്നെ എത്രയും പെട്ടെന്ന് സ്കൂളിലോട്ട് അയക്ക്, എനിക്കിപ്പോൾ ഇവിടെ വയ്യാവേ. അങ്ങനെയാ നിന്നോട് പറയുന്നത്. ഇല്ല, ഇവൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യമൊക്കെ ഇഷ്ടാ. ഇവള് എന്നോട് പറയുവാ, ഇനിയും ചെയ്യാമേ, ഇനിയും എന്നെ ഇങ്ങനെ കളിപ്പിക്കേന്ന് പറയുന്നതാ. ഇവൾക്ക് അമ്മ എന്ന് പറഞ്ഞാലേ ജീവനാ. അല്ലപ്പാ, അവൾക്ക് അച്ഛനെയാ കൂടുതൽ ഇഷ്ടം. ആണോ എന്റെ ചക്രമോളെ? എന്റെ ചക്രമോൾക്ക് അച്ഛനെയാണോ ഇഷ്ടം, അമ്മയല്ലേ ഇഷ്ടം? എന്റെ ചക്രമോൾക്ക് അമ്മയല്ലേ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞേ. ഇതാ നിങ്ങളിപ്പോ പറയുന്നത് കേട്ടോ. അങ്ങനെയൊന്നും അല്ലടാ. അവള് പറയാ, അമ്മ എനിക്ക് വേണ്ട, അമ്മ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. ആണോ മോളെ? നമുക്ക് അമ്മയെ വേണ്ടെന്നാണോ മോള് പറയുന്നത്? എന്നാലേ നാളെ തന്നെ നിന്നെ സ്കൂളിലേക്ക് അയക്കാട്ടോ. അല്ല, ഇതാരാ ഇവിടെ സോഫയിലൊക്കെ ഇരുന്നിരിക്കുന്നേ? അമ്മേ കണ്ടോ അമ്മേ, ഇവൾക്കിപ്പോ സോഫയിൽ ഇരിക്കാൻ ഇഷ്ടാന്നാ തോന്നുന്നേ. അതെ നോക്കിയേ, എത്ര നന്നായിട്ടാ ഇരുന്നിരിക്കുന്നേന്ന്. അല്ല, ആരിത് സോഫയിലൊക്കെ ഇരുന്നിട്ട്? വലിയ ആളായിന്നാ തോന്നുന്നേ അല്ലേ? ഞാൻ പറയേണ്ട താമസത അപ്പ താഴെ വേണം. അയ്യോ, എന്റെ മോളെ എന്നോട് ദേഷ്യ
ആണെന്നാ തോന്നുന്നത്. അമ്മേ, അമ്മ നാളെ ടൂറിന് വരുന്നുണ്ടോ അമ്മേ? അറിയില്ല മോളെ, എന്താ ചെയ്യണ്ടേന്ന്. അമ്മ വാ അമ്മ, പ്ലീസ് അമ്മ വന്നാൽ നല്ല രസമായിരിക്കും. നിങ്ങൾ നാളെ രാവിലെ പോവല്ലേ മക്കളെ? അതെ അമ്മേ, ഞങ്ങൾ നാളെ രാവിലെ 6 മണിക്ക് പോകുന്നതാ. നിങ്ങൾ രാവിലെ 6 മണിക്ക് പോവാണല്ലേ, ഞാൻ അപ്പം പറയാം കേട്ടോ. വരികയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇന്ന് രാത്രി ജോലിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ വരാം. ശരി അമ്മേ. മേ ഐ കമിങ് മിസ്? യെസ് കം ഇൻ. മിസ്സേ. എന്താ കാര്യം? ലീവ് ലെറ്റർ. എന്തു പറ്റി? പനി വല്ലതുമാണോ? അല്ല മിസ്സേ, ഞങ്ങളെ ടൂർ പോകുന്നേ, അതുകൊണ്ട് ലീവ് വേണം. എത്ര ദിവസത്തേക്കാ? 3 ദിവസം. നീ നിങ്ങളുടെ മാഷോട് ചോദിച്ചോ? മാഷ് എന്താ പെർമിഷൻ തന്നോ? ഞങ്ങൾ മാഷോട് ചോദിച്ചു. എന്നാ മാഷ് പറഞ്ഞു HM ടീച്ചറുടെ അടുക്കൽ നിന്ന് സൈന് വാങ്ങിയിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ ടീച്ചറുടെ അടുത്ത് വന്നതാ. 3 ദിവസം സ്കൂളിലേക്ക് വരില്ല അല്ലേ? ശരി ശരി. അത് കഴിഞ്ഞിട്ട് ഈ 3 ദിവസം എടുത്ത പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ശരി മിസ്സേ. ലീവ് ലെറ്റർ താ, ഞാൻ സൈൻ ഇട്ട് തരാം. എന്നാ മിസ്സേ? എവിടെയൊക്കെയാ പോകുന്നത്? ഞങ്ങളെ വയനാട്, പിന്നെ വിപ്രാക്കായൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതുവഴി വരുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും പോകും. എന്താ, എന്ത് പറ്റി പെട്ടെന്ന് എന്താ ടൂറൊക്കെ പോകുന്നേ? വീട്ടിൽ വല്ല ഫംഗ്ഷനോ മറ്റോ നടക്കുന്നുണ്ടോ? എന്താ പ്രത്യേകിച്ചിട്ട് ഒരു ടൂറൊക്കെ? അതില്ലേ മിസ്സേ, ലണ്ടനിൽ നിന്ന് എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഞങ്ങളോട് ഒന്നിച്ചിട്ട് ഫാമിലി ടൂർ പോകാനും ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ടൂർ പോവാം. ശരി ശരി. എല്ലാവർക്കും ഹാപ്പി ജേർണി. താങ്ക് യു മിസ്സേ.